സിബിയാനേ സിബിയാനേ പോകല്ലേ സിബി. എൻ്റെ പൊന്നടാ സിബിനെ, ഇങ്ങനെ ഈ തൊട്ടതിനും പിടിച്ചതിനെല്ലാം ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകാനാണെങ്കിൽ പിന്നെ അതിനേ സമയം ഉണ്ടാവുള്ളൂ. ബിഗ് ബോസ് സീസൺ 3 ഇതേപോലെ ലാലേട്ടൻ നമ്മുടെ മണിക്കുട്ടനോട് എന്തോ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞപ്പോഴത്തേനും മണിക്കുട്ടന് ഹെർട്ടാവുകയും മണിക്കുട്ടൻ ക്വിറ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് അവസാനം ബിഗ് ബോസിൻ്റെ പുറകെ നടക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും നല്ല കളിക്കാരനായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ വന്ന് സിബിനെ അങ്ങനെ മഞ്ഞിക്കിട്ടത്. അപ്പോൾ ആ ഒരു സെൻസിലെടുത്ത് നമ്മുടെ കളി കുറച്ചും കൂടെ പുറത്തോട്ടെടുത്തിട്ട് അടിപൊളിയായിട്ട് കളിക്കുകയും ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ജാസ്മിനൊക്കെ എത്രത്തോളം കേട്ട്, അങ്ങനെയാണ് ജാസ്മിനൊക്കെ നേരത്തെ വീട്ടിൽ പോകണ്ടല്ലേ. നല്ല കൂട്ടത്തിൽ നല്ലൊരു കളിക്കാരനായ സിബിൻ അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് കളിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വെറുതെ ഇതും പിടിച്ചിരുന്ന് വെറുതെ എനക്ക് വീട്ടിൽ പോകണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം. അവസാനം കപ്പെടുക്കുന്ന സമയത്ത് നാട്ടുകാർ പറയും കേട്ടോ, അയ്യേ അന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞ ആളല്ലേ ഈ കപ്പടിക്കുന്നത്, അയ്യേ മോശം. കാരണം മണിക്കൂട്ടൻ അന്ന് കപ്പടിക്കുന്ന സമയത്ത് ഇത് കുറേ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ സിബിയാനെ മോനെ അടിപൊളിയായിട്ട് കളിക്കുക, അത്രയേ ഉള്ളൂ. അയ്യയ്യേ ലാലേട്ടൻ ചീത്ത പറയുന്നത് അതൊരു ക്രെഡിറ്റായിട്ട് എടുക്കുക, നല്ല കളിക്കാരനായതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ എടുക്കുക. പുറത്തുനിന്ന് കുറേ കളി കണ്ടതല്ലേ, ഇത്രയും സീസണെല്ലാം കണ്ടതല്ലേ. ലാലേട്ടൻ അവിടുന്ന് ചീത്ത പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പുറത്ത് ഭയങ്കര നെഗറ്റീവ്, അല്ലെങ്കിൽ പുറത്ത് നല്ല അടിപൊളിയായിട്ട് ക്ലിക്കായി, ഇതാണ് അതിൻ്റെ അർത്ഥം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അടിപൊളിയായിട്ട് കളിക്കുക, അത്ര തന്നെ. ഓക്കേ.